കുംഭമേളയിൽ ഹിറ്റായ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൊണാലിസ എന്ന് പറഞ്ഞ പേരിലാണ് ഇപ്പം ഭയങ്കരമായിട്ട് അറിയുന്നത്. യഥാർത്ഥ പേര് മോനി ബോസ്ലെ എന്നാണെങ്കിൽ പോലും ആ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നു, എല്ലായിടത്തും ഷോയും എല്ലാം ചെയ്യുന്നു, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. ഭയങ്കര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ പൈസ സമ്പാദിക്കുന്നുണ്ട്, ആ കുടുംബം തന്നെ നല്ല രീതിയിൽ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബോളിവുഡിലെ ഒരു ഡയറക്ടർ ഈ ഒരു പെൺകുട്ടിയും കുടുംബത്തെ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സനോജ് മിശ്ര എന്നാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ അടുത്ത സിനിമയിൽ ഈ ഒരു പെൺകുട്ടിക്ക് മെയിനായിട്ടുള്ളൊരു റോള് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിക്കോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ആ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ലൈഫ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ ഒരു വീഡിയോ ആ ഒരു വ്യക്തി വന്ന് ആ പെൺകുട്ടിക്ക് അവസരം കൊടുക്കാമെന്ന് പറയുന്നത്, വീടിച്ചെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. नमस्कार दोस्तों, मैं फिल्म डायरेक्टर सनोज मिश्रा। मेरे साथ आज प्रयागराज की सनसनी बनी हुई मोनालिसा है। और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा हूँ, तो मैं इनसे मिलने के लिए प्रयागराज भी गया था और आज इनके गांव आया हुआ हूँ महेश्वर। और आज इनके फैमिली के साथ, इनके पिताजी के साथ और पूरे परिवार के साथ बैठकर हमारी बातचीत हुई, सारे मुद्दों पर बातचीत हुई। ഇപ്പം നിങ്ങൾ കണ്ട ഈ വീഡിയോ ആയിരുന്നു പുള്ളിക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവുന്ന എല്ലാവരും പറയുന്ന നല്ലൊരു കാര്യം, ആ ഒരു കുട്ടിക്ക് ചാൻസ് കൊടുത്തേ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോക്ക് വന്നതിന് ശേഷം ആ ഒരു പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഈ ഒരു പെൺകുട്ടിയായിട്ടുള്ള വീഡിയോ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ആ കുട്ടിയെ എഴുതാൻ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ പ്ലെയിനിൽ കൊണ്ടുപോകുന്നു, കുടുംബത്തോടൊക്കെ തന്നെ എപ്പം നോക്കിയാലും ആ ഒരു പുള്ളിക്കാരി ആയിട്ടുള്ള വീഡിയോ മാത്രമാണ് ഈ ഒരു വ്യക്തി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഡൗട്ട് തുടങ്ങിയത്. കാരണം ഇനി ഉപയോഗിക്കുകയാണ് ഈ ഒരു കുട്ടിയുടെ ഫെയിം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേയധികം ഡയറക്ടേഴ്സ്, ബോളിവുഡിൽ തന്നെയുള്ള ഡയറക്ടേഴ്സ് മുമ്പോട്ട് വന്നേക്കുന്നത്. ഈ ഒരു വ്യക്തി ചെയ്യുന്നതൊന്നും ശരിയല്ല, ഈ ഒരു പുള്ളിക്കാരൻ പറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ഇങ്ങനെയൊക്കെ കുറേയധികം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറേയധികം ഡയറക്ടേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അധികമായിട്ട് എല്ലാവരും ഒരു ടെൻഷൻ അടിക്കുന്നത്. കാരണം ഈ ഒരു പെൺകുട്ടിയെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ഉള്ളൊരു കാര്യം. കാരണം ഇങ്ങനെയുള്ള കുറേയധികം പേരുണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം കാണാൻ പറ്റും. അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഉപയോഗിക്കാൻ ശ്രമിക്കും, അങ്ങനെയുള്ളൊരു കാര്യം. സോ ഇനി ഈ ഒരു പെൺകുട്ടി എന്ന കണക്ക് ഇപ്പോൾ ഭയങ്കര ഫെയിമായിട്ട് നിൽക്കുവാണ്. എന്തായാലും ഉപയോഗിക്കാം, തനിക്ക് ലാഭം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് കാണാം എന്നുള്ളതാണ് ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുറേയധികം ഡയറക്ടേഴ്സ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു വ്യക്തി ചെയ്യുന്നതൊന്നും റൈറ്റായിട്ടുള്ള കാര്യമല്ല, ഈ ഒരു പെൺകുട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലാതെ ഒരിക്കലും ഈ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനോ അങ്ങനെയൊന്നും അല്ല ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് ആ ഒരു ഡയറക്ടേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പം ശരിയായിരിക്കും, ചിലപ്പം ശരിയല്ലാതെ ഇരിക്കാം, പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഒരു കറക്റ്റായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം, സിനിമയിലൊക്കെ നല്ല ചാൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം. അല്ലാതെ ആ ഒരു പെൺകുട്ടിയുടെ ഫെയിമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും തന്നെ പറ്റുന്നൊരു കാര്യമേ അല്ല.